നമ്മളിന്ന് ഫിഷിങ് വന്നേക്കണതേ കാക്കനാട് തന്നെയുള്ള മനക്കിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരു പുഴയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തീറ്റയൊക്കെ ആയിട്ട് വന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മീൻ കിട്ടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. നമ്മൾ പിടിച്ച മീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കച്ചാ. നമ്മൾ എന്ത് മീനിനെ പിടിച്ചെടുത്തേ? നമ്മൾ ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും നമുക്കൊരു അത്യാവശ്യം ഒരു 3/4 കിലോയുള്ള ഒരു തൂളിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിപ്പോൾ വലയിലാക്കി അവിടെ ഇട്ടേക്കാണ്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ആ തൂളീനെ കാണാം. ഇപ്പം അത് പൊക്കിയെടുക്കാനുള്ള തൽക്കാലത്തേക്ക് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതാണ് ഞങ്ങളുടെ തൂളി. അത് കണ്ട അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ടവർ ഒരു ലൈക്ക് അടി ഗൈസ്. ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കാൻ ഞങ്ങൾ സന്തോഷമാവും. എന്ത് ആ സൗണ്ട് ഒരു അടി അടിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ ഇട്ടേക്കണത്. ചിലപ്പോൾ അത് കയറി അടിക്കൂട്ടാ. അടിച്ചതിന് നമ്മൾ എന്തായാലും കാണിച്ചു തരാം അല്ലേ. നമ്മൾ വണ്ടർലേൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. വണ്ടർലയാണ് ആ കാണുന്നത്. ആ കുറ്റി പോലത്തെ ഒരു സ്ഥലം കണ്ട. അച്ഛൻ ഫോണിൽ നോക്കുമ്പോൾ ദൂരെ, അടുത്ത് നോക്കുമ്പോഴത്തേക്കും അടുത്ത്. നമ്മളെ പോലത്തെ ഒരു ചൂണ്ടിടുന്ന ചേട്ടനാണത്. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ഗൈസ്. ലൈവ് വേണ്ടി ഇടേണ്ടി വരും വേണമെങ്കിൽ. ഗൈസ് അച്ഛൻ സ്പൂൺ എറിയാൻ പോണെയാണ്. അച്ഛൻ നമ്മുടെ ചൂണ്ട ഒരു ഇളക്കിയായിരുന്നു കേട്ടാ. ഗൈസ് ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ലോങ് പോകും, കുറേ ലോങ് പോകും, ആ ഉറപ്പാണ്. പിന്നെ ഗൈസ് ഇത് ഭയങ്കര ഇതാണ്. വളരെ നേരം എടുക്കണ ഇതാണ്. ഞങ്ങൾ ഒരു 3:30ക്കാണ് വന്നത്. ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:53. ഞങ്ങൾ 3:30ക്കാണ് ഇവിടെ എത്തിയത് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യുന്ന ആ തൂളീനെ കിട്ടിയത് 5:51 ഗൈസ്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരു 2.5 മണിക്കൂറായി. അച്ഛനപ്പോൾ സ്പൂൺ അറിയാൻ പോണെയാണ്. നമുക്ക് മാറി ഗൈസ്. ഇത് അവിടെ ഒരു സ്പോട്ട് ഉണ്ടോ, കാണാൻ പറ്റണ്ടോ ഗൈസ്? അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. ഞങ്ങൾ ആദ്യം അതിലേ കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഇതിലേ കൂടി വരാൻ തുടങ്ങി. അത് തൊട്ടടുത്ത് മീനാണ് അച്ചത്. അവിടെ കൊത്തിയിട്ട് പോയി കണ്ടാ. നല്ല മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട് ഗൈസ്. പക്ഷേ നേരത്തെ അവിടെ ഇരുന്നപ്പോഴത്തേക്കും മറ്റേ മൈദ ഇട്ടപ്പോഴത്തേക്കും കുറച്ചിങ്ങനെ കൊത്തണുണ്ടായിരിക്കും. മറ്റേ കുഞ്ഞു മീൻ വള്ളത്തിയ വരലാൻ കണ്ടു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു കൊത്തി പൊങ്ങിപ്പോന്ന് പയൽ കുടുങ്ങിയത് തഴേക്കും വീണ്. പിന്നെ കിട്ടിയിട്ടേ ഇല്ല, കൊത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം അച്ഛൻ ഇത് സ്പൈഡർ ഹുക്ക് എറിഞ്ഞത്. ആ സ്പൈഡർ ഹുക്ക് എറിഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു
വലിയൊരു തൂളി, അത്യാവശ്യം വലിപ്പമുള്ള തൂളിയും കിട്ടി. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നമ്മളൊരു ഇതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോയിട്ട് കൂരിയെ പിടിച്ചിട്ടുണ്ടായി ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്, തൂളീനെ പിടിച്ച ഷോട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ ആ തൂളീൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കൂരിനെ പിടിച്ചിട്ടുണ്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ. അപ്പം അതൊക്കെ കാണണം നിങ്ങൾ. ഞങ്ങളുടെ ഫിഷിംഗ് ചാനലിൻ്റെ പേര് ടൈം ഫിഷിംഗ്. നിങ്ങളെന്തായാലും കയറി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബിൽ വീഡിയോ ഇട്ടല്ലേ അച്ഛാ? ഇതിനു മുമ്പ് അച്ഛൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഒരു ക്ലബിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്. ക്ലബിൻ്റെ കുറച്ച് വീഡിയോ അവർ ടൂറോ ഇതിൻ്റെയൊക്കെ. ഓക്കെ, ബൈ. അപ്പം നമ്മൾ ഈ ഒരു ലൈവ് നാളെ ചൂണ്ടിടാൻ ഉണ്ടാ നാളെ ലൈവ് ഇടാം. അപ്പം നാളെ ഒരു ലൈവ് ഉണ്ടാവും ഗൈസ്. ആരോ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പം ഓഫ് ചെയ്യാണ്. ബൈ.